വേങ്ങൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് പ്രദേശത്ത് 122 പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത്. 33 പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ. ഏപ്രിൽ 17 മുതൽ ഉണ്ടായ രോഗവ്യാപനത്തിൽ ഒരാൾ മരിച്ചു. ആരോഗ്യ വിഭാഗം നടത്തിയ ജലപരിശോധനയിൽ മലിനജലമാണ് വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്തതെന്ന് കണ്ടെത്തി. കോളിഫോം ബാക്ടീരിയയുടെ അളവുൾപ്പെടെ വലിയ തോതിൽ കൂടുതലാണ്. ക്ലോറിനേഷൻ നടത്താതെ വെള്ളം പമ്പ് ചെയ്ത ദിവസങ്ങളിലാണ് രോഗവ്യാപനം ഉണ്ടായത്. ആശാ വർക്കർമാർ കറക്റ്റായിട്ട് ഇവിടെ പ്രവർത്തിച്ചേർന്നെങ്കിൽ ഈ രോഗം വരില്ലായിരുന്നു. ഇലക്ഷനായിട്ട് വന്നപ്പോൾ അവർക്ക് ബില്ലോ ചാർജ് കിട്ടി അവർ പോയി. അവർക്ക് പല തടസ്സങ്ങളും അറിയാം. ഓരോ വീട്ടിലെ അംഗങ്ങളുടെയും അവർ സുഖ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട ചുമതലകളാണ്. അതവർ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും പടർന്നു പിടിക്കലായിരുന്നു. ഇവിടെ തന്നെ ഉണ്ട്, കുറേ പേർക്ക്, ഒത്തിരി പേർക്കുണ്ട്. അപ്പൊ ആശുപത്രി ചെന്നപ്പോഴൊക്കെ കുടിവെള്ളത്തിൽ നിന്നാണ് വന്നേന്നാ പറഞ്ഞത്. വാട്ടർ അതോറിറ്റിക്കാരുടെ അശ്രദ്ധ മൂലമാണ് സംഭവിച്ചത്. അതിന്റെ കൊച്ചിനും ഉണ്ട്, മിക്ക എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ചെറിയ പിള്ളേർ തുടങ്ങി എല്ലാവർക്കും ഉണ്ട്. രോഗികളായ പലരുടെയും അവസ്ഥ ഗുരുതരമാണ്. അടിയന്തര വൈദ്യസഹായം മാത്രമാണ് ജീവൻ രക്ഷിക്കാനുള്ള പോംവഴി. ഒരു 5 കിലോ അരി ഒരു സാമ്പാർ കൂട്ടും കിട്ടിയാൽ ഇതുങ്ങൾ എങ്ങനെ രക്ഷപ്പെടും? വയറ് നിറച്ച് ആഹാരമല്ല, കാശാണ് വേണ്ട. കാശില്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ല. നിലവിൽ ഒരു 50ഓളം ആളുകൾ ചികിത്സ തേടുന്ന ആളുകളാണുള്ളത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഒരു ദുരന്ത നിവാരണം ഇതിൽ പെടുത്തിക്കൊണ്ട് തന്നെ ഒരു സഹായം കിട്ടിയാൽ മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിക്കുള്ളൂ. ഓരോ ഉപഭോക്താവും വാട്ടർ അതോറിറ്റിക്ക് പണം നൽകിയാണ് കുടിവെള്ളം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ട കടമ വാട്ടർ അതോറിറ്റിക്ക് തന്നെയാണ്. എന്നാൽ അതിവിടെ ഉണ്ടായില്ല. വാട്ടർ അതോറിറ്റിയിലെ പമ്പിംഗ് സംവിധാനം കരാർ ജീവനക്കാർ കൈകാര്യം ചെയ്തതിലെ പിഴവാണ് നിരവധി കുടുംബങ്ങളെ രോഗശയ്യയിലാക്കിയത്. സൈറ്റിൽ പോകാതെ തന്നെ പമ്പ് ചെയ്യാവുന്ന സംവിധാനം മൊബൈലിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് മൊബൈലിൽ ഓൺ ചെയ്യും, ഓഫാക്കും. അപ്പോൾ ആ കിണറിൻ്റെ ഭാഗത്ത് എന്താണ് നടക്കുന്നത് ഇവർ എല്ലാ ദിവസവും അറിയുന്നില്ല. ക്ലോറിനേഷൻ നടത്തേണ്ട കാര്യങ്ങൾ അവർ ക്ലോറിനേഷൻ നടത്തുന്നില്ല. തീർച്ചയായിട്ടും ഇത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. ഒരു ജീവൻ പൊലിഞ്ഞു, മറ്റു പലരും ജീവശ്വാസത്തിനായി കേഴുകയാണ്. അവർക്കെങ്കിലും കൃത്യമായ സാമ്പത്തിക സഹായമൊരുക്കി അവരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാർ സംവിധാനം തയ്യാറാകണം. ക്യാമറമാൻ ജോയിസിയാറിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.